വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAക്ക് KPCCയുടെ പിന്തുണ. MLA രാജിവെക്കേണ്ടെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. കുറിപ്പിൽ ദുരൂഹതയുണ്ടെന്നും നടപടി നേരിട്ടയാളുടെ പേരില്ലെന്നുമാണ് വാദം. വിവാദം അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഇന്ന് ജില്ലയിലെത്തും. DCC ഭാരവാഹികളുമായും കുടുംബാംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. ആത്മഹത്യാ കുറിപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. കത്തിൽ പേരുള്ള IC ബാലകൃഷ്ണൻ MLA, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ അടക്കമുള്ളവരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം. വിവരങ്ങളുമായി R റോഷിപാലും VS രഞ്ജിത്തും ദീപക് മോഹനും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. നമുക്കാദ്യം പാർട്ടിയുടെ തീരുമാനം എന്താണെന്നറിയാം. R റോഷിപാൽ, ഗുഡ് മോർണിംഗ്. IC ബാലകൃഷ്ണൻ MLAക്ക് KPCCയുടെ ഒരു കവചം നന്നായി രൂപപ്പെട്ടു വന്നിട്ടുണ്ടല്ലോ. എല്ലാവരിലേക്കും എത്തും, എല്ലാവരും അറിഞ്ഞിരുന്നു കാര്യങ്ങൾ എന്നതുകൊണ്ടാണോ IC ബാലകൃഷ്ണനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്? വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. ഒന്ന്, IC ബാലകൃഷ്ണൻ MLAയുടെ ട്രാക്ക് റെക്കോർഡ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് KPCC നേതൃത്വം IC ബാലകൃഷ്ണൻ ഇത്തരത്തിൽ ഒരു ഇടപാടുകളും നടത്തുന്ന പൊതുപ്രവർത്തകനല്ല എന്ന് വിലയിരുത്തുന്നത്. പക്ഷേ നേരത്തെ തന്നെ സമാനമായ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി അന്ന് ഉയർത്തിക്കാണിച്ചതും IC ബാലകൃഷ്ണനാണ്. ആ പരാതി 2 വർഷം മുമ്പ് വന്നപ്പോൾ അത് അന്വേഷിച്ചു. ആ അന്വേഷണത്തിന് പിന്നാലെ ഗോപിനാഥൻ എന്ന പാർട്ടി പ്രവർത്തകനെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്തു. സമാനമായ ഒരു പരാതി വീണ്ടും വന്നപ്പോൾ ആ പരാതിയിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ ഉൾപ്പെടെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലരായ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടി അഞ്ചംഗ സമിതി അന്വേഷണത്തിന് ഇന്ന് എത്തുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KPCCയുടെ അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ആ അന്വേഷണം നടന്ന് അതിൻ്റെ റിപ്പോർട്ട് KPCC അധ്യക്ഷന് ലഭിച്ച് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമാകും ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക. അതുവരെ IC ബാലകൃഷ്ണനെതിരെ ഒരു തെളിവും പാർട്ടിക്ക് ലഭിച്ചില്ല. ഒരു പരാതി മാത്രമാണ്. പരാതി തന്നെ അവ്യക്തമാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ ആ പരാതി വായിക്കുമ്പോൾ പലയിടങ്ങളിലും സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആ കുടുംബാംഗങ്ങളിൽ നിന്ന് പരാതിക്കാരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാൻ താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി അതൊരു അവ്യക്തതയുള്ള പരാതി ആയതുകൊണ്ട് തന്നെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം IC ബാലകൃഷ്ണനെതിരെ സംഘടനാപരമായ ഒരു നടപടികളിലേക്ക് പോകേണ്ടതില്ല. IC ബാലകൃഷ്ണന് രാജിവെക്കാനുള്ള ഒരു സമ്മർദ്ദവും പാർട്ടി നൽകില്ല എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ നാളെ ചേരുന്ന KPCC ഭാരവാഹികളുടെ യോഗത്തിലും പിന്നാലെയുള്ള രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ഈ വയനാട് ഈ ആത്മഹത്യ 2 പേർ ജീവനൊടുക്കിയ ആ സംഭവം വളരെ വിശദമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടങ്ങുന്ന കമ്മിറ്റി അവർ പരിശോധന നടത്തിയതിന് ശേഷം ആ യോഗത്തിൽ പ്രാഥമികമായ വിവരങ്ങൾ കൈമാറാനാണ് സാധ്യത. വളരെ പെട്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് കൈമാറാനുള്ള നിർദ്ദേശം KPCC അധ്യക്ഷൻ K സുധാകരന് നൽകിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമാണ് IC ബാലകൃഷ്ണന് സംരക്ഷണമൊരുക്കും, കവചമൊരുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നേരത്തെ സമാനമായ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച് പാർട്ടി അന്വേഷണ സമിതി റിപ്പോർട്ട് പോലും പല അന്വേഷണ സമിതിയും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്ന പരാതിയും ആക്ഷേപങ്ങളും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സമാനമായ അവസ്ഥ ഈ വയനാട്ടിലെ 2 മരണങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് സമാനമായി സമർപ്പിക്കാതിരിക്കുമോ എന്ന സംശയങ്ങൾ ഉൾപ്പെടെ ഉയരുന്നുമുണ്ട്. സുജയ.